കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളവിടെയുള്ള വയലിലേക്കാണ് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ മക്കളുമുണ്ട്. 2 ദിവസമായിട്ട് സ്കൂളില്ലാത്തതുകൊണ്ട് രണ്ടാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എന്തായാലും പോകാമെന്ന് വിചാരിച്ച്. അച്ഛനെ കാത്തുനിന്നപ്പോൾ എന്തായാലും നേരം വൈകുമെന്ന് വിചാരിച്ച് 1-2 പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം തലയിൽ തേക്കാനുള്ള കഞ്ഞുണ്ണിയില്ലേ, കഞ്ഞുണ്ണി പിന്നെ കഞ്ഞെണ്ണാന്നും അങ്ങനെയൊക്കെ പറയലുണ്ട്. ഇപ്പോൾ ഓരോ നാട്ടിലേക്കും ഞങ്ങൾ പറയുന്ന പേരാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. പല നാട്ടിലേക്കും പല പേരിലാണല്ലോ ഓരോന്ന് അറിയപ്പെടുക. അപ്പോൾ ഞങ്ങളെന്തായാലും പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പോൾ റോഡിനങ്ങ് പോയാൽ അവിടെ എത്തി. പിന്നെ മോക്കാണ് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞങ്ങളിങ്ങനെ വയലിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. അവളുണ്ടായതിന് ശേഷം എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് പ്രാവശ്യമായിട്ടായിരിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ വയലൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണും, അല്ലാണ്ട് കാണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പിന്നെ ആ വയലിലേക്ക് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. കാരണം ഇതാ ഇതിന് കാക്കപ്പൂ എന്നാണ് പറയുക. അപ്പോൾ ഇതാ പാലം കടന്നിട്ട് വേണം കേട്ടോ. പല ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതിലൂടെ തന്നെ വരാമെന്ന്. കാരണം ഇവരെല്ലാവരും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം വീണാൽ കഴിഞ്ഞല്ലോ കഥ. വീണിൻ്റെ വെള്ളത്തിൽ വീണ ഒരു ഭാഗത്ത് കിടക്കേണ്ടി വരും. പിന്നെ ഇതാ ഈ പ്രാണിയല്ല, ഈ സാധനത്തിന് പറയുന്ന പേര് എഴുത്തച്ഛൻ എന്നാണ് ഞങ്ങളങ്ങനെ പറയുക. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കഴിഞ്ഞ് അടുത്ത പാലത്തൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവരവിടെ മീനൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ചെറുതായ സമയത്ത് ഞങ്ങളവിടെ കുറേ ഏട്ടന്മാർ ഇങ്ങനെ ഈ വായക്കള്ളി എന്നാണ് ഞങ്ങളിതിന് പറയാം. അപ്പോൾ ഇത് വറ്റിച്ചിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വലയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം മീനൊക്കെ പിടിക്കാൻ പോവുക കേട്ടോ. അങ്ങനെ അതിൽ കുടുങ്ങല്ലോ വലേൻ്റെ ഉള്ളിലും. അപ്പോൾ ഇവരിത് ആ മീനിനെ പിടിക്കാൻ നോക്കുക. അങ്ങനെ മഴവെള്ളം ഒക്കെ മഴ പെയ്ത സമയത്ത് ഇത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വൃത്തിയുണ്ട് കേട്ടോ. എന്നാലും വെള്ളം കുറഞ്ഞല്ലോ, മഴ കുറഞ്ഞ കാരണം. പിന്നെ അതാ ഞങ്ങളിത് വയലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണേ. അപ്പോൾ അതാ ഇതിന് കാക്കപ്പൂ എന്നാണ് പറയുക. ഇതൊരു കടും കളറാണ് കേട്ടോ. വേറെന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരത് പറിച്ചെടുത്താ കേട്ടോ. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ആ മൊട്ട് പറിച്ച് നാവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിപ്പ. അപ്പോൾ അത് മോക്കൊന്ന് വെച്ച് കൊടുത്തതാ, എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി. എല്ലാം അറിയണമല്ലോ. അപ്പോൾ അതാ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അത് അനുഭവങ്ങൾ പറയുന്നുണ്ട്. അയ്യോ നാവ് തരിക്കുന്ന വെച്ചാന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ചക്കരയൊക്കെ കൊടുത്ത്. അപ്പോൾ ചക്കര ഇവരൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് പിന്നെ അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മെനക്കെട്ടിയില്ല. അപ്പം അങ്ങനെ അതാ ചക്കരയൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ അടുത്ത മോൾട്ടീന് ചാൻസാണ്. അപ്പോൾ 3 ആൾക്കും ഒരേപോലെ തന്നെ നാവ് തരത്തി. പിന്നെ ഞങ്ങൾക്ക് 2 ആൾക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം അതാ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. പണ്ട് വയലിലൊക്കെ പോകുന്ന സമയത്ത് അടക്ക കിട്ടിയിട്ടുണ്ട്. അച്ഛനൊക്കെ മുറുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പെറുക്കി കൊണ്ടു കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇതിലൊക്കെ കുറേ മീനുണ്ട്. അപ്പോൾ മോളിങ്ങനെ പറയുന്നുണ്ട് മീനിനെ പിടിക്കാൻ. അപ്പോൾ ഞങ്ങളതിന് മെനക്കെട്ടില്ല. പിന്നെ അതാ നമ്മൾ മുക്കുറ്റിപ്പൂവ്, തൊട്ടാവാടി, ഇപ്പോൾ ഓണ സമയത്ത് സ്കൂളിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കുറേയൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനിങ്ങനെ തെണ്ടി നടക്കുകയായിരുന്നു. വയലും ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു എവിടെ കിട്ടുമെന്ന്. കാരണം മത്സരമാണല്ലോ ആ സമയത്ത്. പിന്നെ അതാ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇത്ര ദൂരത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നീന്തുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. കുറേ കഥകളുണ്ടല്ലോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിവിടെ അതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇവർ ആദ്യം അലക്കാൻ വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കലുണ്ട്, ഇനി അവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ ചാടലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വെള്ളം കണ്ടപ്പോൾ മോക്ക് പിന്നെ കാലും കൈയൊക്കെ ഒന്ന് നനയ്ക്കണം. അപ്പം നനയ്ക്കണം എന്നോള് പറയണം, ഒന്ന് എൻ്റെ കാലൊന്ന് വെള്ളത്തിൽ നനച്ച് തരുമോയെന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എന്തായി കാലൊന്നും മുക്കി കൊടുത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഒരുപാട് കിണർ കണ്ടാൽ പിന്നെ നമ്മൾ കിണറിൽ എത്ര വെള്ളം കയറി നിറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതും ഒന്ന് നോക്കി. അതൊക്കെ നോക്കി എന്തോ മഴയോ അങ്ങനെ എന്തോ ഒക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നുണ്ടേ. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൃഷ്ണമുടിയും ഈ ഓണപ്പരിപാടിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതും നമ്മളെ ഫേവറേറ്റ് സാധനമാണല്ലോ. കാരണം ഈ ചുവപ്പ് കളർ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ എവിടേക്കോ ഉള്ളത് നോക്കി അതും പറിച്ചെടുത്ത് അരിഞ്ഞ് കൊണ്ടുപോകും. ഇതൊക്കെ ഇഷ്ടം പോലെ. കാരണം നമ്മൾ അന്നൊന്നും കടയിലൊന്നും ഉണ്ടെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് ഇതൊക്കെ വലിയ കാര്യങ്ങളാണല്ലോ. പിന്നെ അത് അവിടെ ഇരുന്നിട്ടാണ് കഥകൾ പറയുന്നത്. പണ്ടത്തെ കഥകളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മഴക്കാലത്തൊക്കെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഈ തോടൊക്കെ നിറഞ്ഞൊഴുകിയിട്ട് ഇവരവിടെ നിന്ന് ചാടി നീന്തി താഴേക്ക് ഇങ്ങനെ പോവും. അതൊക്കെ പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങളത് കണ്ട് പിന്നെ സന്ധ്യാസമയമായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ പാടവള്ളി കേട്ടോ. പാടവള്ളി എന്ന് പറയുന്നത് ഇത് താളിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പോവും കേട്ടോ. നമ്മൾ ചെമ്പരത്തി താളി പോലെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് പിന്നെ പറിച്ചില്ല കേട്ടോ.
പറിക്കുകയാണ്, കുറേ പറിക്കുകയാണല്ലോ വെച്ച്. അപ്പോൾ ഒരുവിധമൊക്കെ നടന്ന് ഞങ്ങൾ കുഴങ്ങി. ഞാനും ചക്കരയും കൂടി കൈ പിടിച്ച് കയറുകയാണ്. പിന്നെ ആടിനെ കണ്ടപ്പോൾ അതാ മോൾക്ക് ഭയങ്കര സന്തോഷം. ഓൾക്ക് അങ്ങനത്തേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം പക്ഷെ പേടിയാണ്, എന്നാലും ഒരു കുറച്ചൊക്കെ ഒരു ധൈര്യമുണ്ട്. പിന്നെ മോളൂട്ടി ഇതാ എന്തോ പുല്ലൊക്കെ പറിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കിയൊക്കെ നിന്ന്. പിന്നെ അതിൻ്റെ ആൾ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. പിന്നെ അതാ അപ്പോൾ പോരുന്ന വഴിക്കാണ് കേട്ടോ. ഇത് പൂച്ചവാൽ എന്നാണ് ഞങ്ങൾ പറയുക. ഇതൊക്കെ ചെറുപ്പത്തിൽ ചോറും കറിയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇതിനെക്കൊണ്ടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവുമായിരുന്നേ. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം ഇതാ വീടിനടുത്തൊരു വീട് പൊളിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറി. ഇത് പിന്നെ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതാ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.